ഇത്രയും ആരോഗ്യ പ്രവർത്തകരുടെ മുമ്പിൽ, ഡോക്ടർമാരായിട്ടുള്ള കുറച്ച് ആളുകൾ, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ മുമ്പിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധാരണ വേണം ജനപക്ഷ അജണ്ട എന്നായിട്ട് കഴിഞ്ഞോണം സംസ്ഥാന വാർഷികത്തിന് നമ്മൾ ഒരു രേഖ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പുതിയ ജനപക്ഷ അജണ്ട ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കരട്, അതിൻ്റെ ഒരു ഭാഗം ഞാൻ എഴുതിയിരുന്നു. കഴിഞ്ഞ ശാസ്ത്രഗതിയിൽ എഴുതിയിരുന്നു, വേണം ധീരമായിട്ടുള്ളൊരു ജനപക്ഷ അജണ്ട. മറ്റു ചില സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യ പ്രവർത്തക സംഗമത്തിൽ അത് അമ്മാതിരി കേരളത്തിൻ്റെ ഒരു മാക്രോ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആ സംഗതികൾ അതേമാതിരി പറയുന്നതിനകത്ത് യുക്തിരാഹിത്യമുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് കേരളത്തിൻ്റെ വികസന ക്രമത്തിൽ ആരോഗ്യം വഹിച്ചിട്ടുള്ള പങ്ക്, അല്ലെങ്കിൽ ആരോഗ്യം എങ്ങനെയാണ് കേരളത്തെ രൂപപ്പെടുത്താൻ സഹായിച്ചത്, അതെന്തെല്ലാം ചാലഞ്ചസ് ആണ് നേരിടുന്നത്, അത് ഒരു അർത്ഥശാസ്ത്ര പ്രശ്നം എന്നുള്ള നിലയിൽ ആരോഗ്യത്തെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള തലത്തിൽ പരിചയപ്പെടുത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്ന നിരവധി ക്ലാസ്സുകളും അന്വേഷണങ്ങൾക്കും ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി ക്വസ്റ്റ്യനായിട്ട്, ഒരു എന്താ പറയുക, ഒരു അർത്ഥശാസ്ത്ര പ്രശ്നമായിട്ട് എങ്ങനെയാണ് ആരോഗ്യത്തെ നോക്കിക്കാണുന്നത്, കേരളത്തെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ അതിലുള്ള പങ്കെന്താണ്, അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെയാണ് കേരളം ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടത്, അതിലുള്ള മാറ്റം എന്ത് എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇവിടെയുള്ള സ്ലൈഡ്സ് നിങ്ങൾ നോക്കണം, അത് പെട്ടെന്ന് ഞാൻ ഇന്ന് ഉച്ചരിക്കുന്ന വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഞാനൊരു അരമണിക്കൂർ വർത്തമാനം പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംഭാഷണത്തിൽ ഏർപ്പെടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് കേരളത്തെക്കുറിച്ചിട്ട് ഫസ്റ്റ് അടുത്ത് അമർത്യസൻ പറഞ്ഞിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ടു അച്ചീവ് ആസ് മച്ച് ആസ് കേരള ഹാസ് ഡൺ ഫോർ എ പോപ്പുലേഷൻ ഓഫ് ഇറ്റ് സൈസ് ഇസ് നോ മീൻ റെക്കോർഡ് ഇൻ വേൾഡ് ഹിസ്റ്ററി. കേരളം നേടിയിട്ടുള്ള നേരങ്ങൾ ചെറുതൊന്നുമല്ല. ഇത്രയും വലിയ പോപ്പുലേഷനുള്ള 3.33 ഉണ്ട്, അത് 33 മില്യൺ ഉണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ പോപ്പുലേഷൻ. അത് വെച്ചിട്ട് ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ടേക്കൺ ടുഗദർ, എല്ലാ രാജ്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പോലും ഇത്രയും ജനസംഖ്യ വരില്ല. ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ, ഇത്തിരി കൂടെ, ഇത്രേ ഉള്ളൂ. അത്രയും രാജ്യങ്ങൾ 5 രാജ്യങ്ങൾ കൂടി ചേർന്ന്, നോർഡിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന്, ഒരുപക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് നോർഡിക് രാജ്യങ്ങളെന്ന് പറയുന്നത്. ആ രാജ്യങ്ങളുടെ മൊത്തം 5 എണ്ണത്തിനും കൂടെ ചേർത്ത് വെച്ചാൽ വരുന്ന ജനസംഖ്യ ഉണ്ട് കേരളത്തിന്. കേരളം എന്ന് പറയുന്ന ഒരു ഫെഡറേറ്റിംഗ് യൂണിറ്റിന് മാത്രം. ആ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തിന് ഇന്ന് നേടിയിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല എന്നാണ് അദ്ദേഹം. ഒരു ചെറിയ നേട്ടമല്ല നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. പരാധീനതകളെക്കുറിച്ച് വാചാലരാകുമ്പോൾ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു സംഗതി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ടു അച്ചീവ് ആസ് മച്ച് ആസ് കേരള ഹാസ് ഡൺ ഫോർ എ പോപ്പുലേഷൻ ഓഫ് ഇറ്റ് സൈസ്. നമ്മുടെ ജനസംഖ്യയുടെ അത്രയും വെച്ചിട്ട് നേടിയിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെ വിമർശനത്തിൻ്റെ കാതലെന്താ? ഈ നേട്ടങ്ങൾ പുതിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ കണ്ണു തുറന്ന് കാണുകയും വളരെ ഡെയറിങ് ആയിട്ട്, വളരെ ധീരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഈ ചലനങ്ങൾ സൃഷ്ടിച്ച പുതിയ പ്രശ്നങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് മോചിതരാവാൻ പറ്റത്തില്ല. അതാണ് എ ഡെയറിങ് ക്രിട്ടിക്. ഈ എക്സിസ്റ്റിംഗ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ ഒരു ധീരമായിട്ടുള്ള ക്രിട്ടിക് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ അതിനകത്ത് പിടിച്ച് കടന്നു പോകും. അപ്പോൾ നമ്മുടെ അടുത്ത പ്രാവശ്യം ഒന്ന് കേരളത്തെ വിലയിരുത്തുമ്പോൾ ഒന്നാമത് ഓർക്കേണ്ടത് പരാധീനതകളുടെ ഒരു കൂമ്പാരം മാത്രമല്ല, കേരളം ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ആ നേട്ടങ്ങൾ ഞാൻ പറയേണ്ടതില്ല, പരിഷത്ത് എല്ലാവർക്കും അറിയാവും. ആ നേട്ടങ്ങൾ ചെറുതല്ല, മാനവ ചരിത്രത്തിൽ ഇത് പരിശോധിച്ച് ചെറുതല്ല. എന്നാൽ ആ നേട്ടങ്ങളെയും ഇന്നത്തെ സാഹചര്യങ്ങളെയും വളരെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നങ്ങളെ മുറിച്ചു കടക്കാൻ പറ്റില്ല എന്ന് പറയും. കേരളത്തെക്കുറിച്ചില്ല, ഇനി അത് വിട്ടേക്ക്. കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരു പരമ്പരാഗത ധാരണ എന്താ? നേരത്തെ നമ്മൾ കേരള ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുക? ഒരു സാമൂഹ്യ രാഷ്ട്രീയ നേട്ടങ്ങൾ അത് വലിയ വരുമാനമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇതാണ് പൊതുവിൽ ചുരുക്കത്തിൽ പറയാവുന്നൊരു സംഗതി. അപ്പോൾ നമ്മൾ നല്ല സ്കൂൾ ഉണ്ടാക്കുമ്പോൾ, നല്ല ആശുപത്രി ഉണ്ടാക്കുമ്പോൾ, ആളുകളുടെയൊക്കെ ആരോഗ്യം വർദ്ധിച്ചപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിട്ടാർഡ് ഇക്കോണമി വെച്ചിട്ട്, ഇത്രയും മന്ദിക്കുന്ന സമ്പദ്ഘടനയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വളരാത്ത സമ്പദ്ഘടന വെച്ചാൽ സ്കൂൾ നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് കാശ് വേണം, അതിവിടെ സമ്പദ്ഘടനയിൽ ഉണ്ടാവുന്നില്ല. ആശുപത്രി അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാശ് വേണം, അത് ഇവിടുത്തെ ഉൽപ്പാദന മേഖലയിൽ ഉണ്ടാവുന്നില്ല.
രണ്ട് റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു എക്കോണമി, മന്ദീഭവിച്ച ഒരു സമ്പദ്ഘടനയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടിയ നേട്ടങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം. അതുകൊണ്ട് ഈ കേരളത്തിന്റെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ള വിമർശനം ലോകമെമ്പാടും ഉയർന്നു വന്നു. പക്ഷേ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഓടുകയാണ്. പക്ഷേ ഇന്ന് കേരളം അങ്ങനെയല്ല. കേരളം നേരത്തെ പറഞ്ഞ മാതിരി വളരാത്ത സമ്പദ്ഘടനയല്ല. കേരളം ദേശീയ ശരാശരിയേക്കാൾ വേഗത്തിൽ വളരുന്നു. 2000-ന് ശേഷം കേരളം ഒരു ആക്സിലറേറ്റഡ് ഗ്രോത്ത്, ഒരു കുതിച്ചു കയറുന്ന സമ്പദ്ഘടനയായിട്ട് മാറിയിട്ടുണ്ട്. ഈവൻ 2009 കേരളത്തിൽ മുഴുവൻ, ഇന്ത്യയിൽ മുഴുവൻ നാഷണൽ ഗ്രോത്ത് റേറ്റ് നേരത്തെ പ്രതീക്ഷിച്ചതിനെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമ്മൾ 4%, 5%-ലേക്ക് താന്നു, 3%, 4%-ലേക്ക് താന്നു. ഒരു ഗ്ലോബൽ ഇക്കണോമിക് സ്ലോ ഡൗൺ വന്നു, ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം വന്നു. അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾക്കറിയാം. പല സ്ഥലത്ത് അമേരിക്കയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെയൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക തകർച്ച, അതിൻ്റെ എല്ലാം അനുരണനങ്ങൾ വന്ന് ലോകത്ത് ഒരു 1930-കൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രമുഖമായിട്ടുള്ളൊരു സ്ലോ ഡൗണിലേക്ക് ലോക സമ്പദ്ഘടന കുപ്പുകുത്തി. ഇന്ത്യയിലും പ്രതിഫലിച്ചു. പക്ഷെ കേരളം അന്ന് 8% വളർന്നു. കേരളം അന്നും 8% വളർന്നു. ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് കേരളത്തിലുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ നേരത്തെ നമ്മൾ നേടിയിട്ടുള്ള സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സാമൂഹ്യ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളുടെ പരാധീനതയായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഇക്കണോമിക് ഗ്രോത്ത് ഇല്ല എന്നുള്ളതാണ്. നൗ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ സിറ്റുവേഷൻ മാറിയിരിക്കുന്നത് എങ്ങനെ? നമ്മുടെ GSDP ഗ്രോത്ത് മാത്രമല്ല, നമ്മൾ ദേശീയ ശരാശരിയേക്കാൾ വേഗത്തിൽ നമ്മുടെ സമ്പദ്ഘടന വളരുന്നു. ആ വളർച്ചയുടെ കമ്പോസിഷനൊക്കെ നമുക്ക് വേറൊരു പരിഗണനയാണ്, അത് നമുക്ക് വേറെ നോക്കാം. വളരുന്നത് മാത്രമല്ല, നമ്മൾ അതിൽ മുന്നിലാണ്, പെർ ക്യാപിറ്റ ഇൻകത്തിൽ മേളിലാണ്, രാജ്യ ശരാശരിയേക്കാൾ മുമ്പിലാണ്. അപ്പോൾ ആ പരാധീനതയും പരിഹരിച്ചു. അപ്പോൾ നമുക്ക് നേരത്തെ നേടിയിട്ടുള്ള സാമൂഹ്യ നേട്ടങ്ങളുണ്ട്, അത് പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയുണ്ട്. ചോദ്യം ഇതാണ്, ഇങ്ങനെ വളരുന്നൊരു സമ്പദ്ഘടനയിൽ കേരളം, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ ഇത് ഇങ്ങനെ തീർന്നോളൂ. ഇപ്പോൾ വളർച്ചയുണ്ടല്ലോ, ഇപ്പോൾ സാമ്പത്തിക വളർച്ച എന്താണ്? Can be assumed that this high rate of growth will automatically eliminate poverty. ഇപ്പം നിലവിലുള്ള ചില പോക്കറ്റുകളുള്ള പോവർട്ടി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. 2, ഇല്ല, നമ്മുടെ അസമത്വം ഇല്ലാതാക്കുമോ? അത് ഇന്ന് നമ്മൾ പറയാറുള്ളത് നിലനിൽക്കുന്നതല്ല. പാറ പൊട്ടിക്കുന്നു, മണൽ വാരുന്നു, പുഴ വറ്റിപ്പോകുന്നു, വെള്ളമില്ലാതാകുന്നു. ഈ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് മോഡൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഗ്രോത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ, പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മിണ്ടാണ്ട് കുറച്ച് നാളോട് ഇരുന്നാൽ മതി. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ മതി. ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഓരോന്നും പരിഹരിച്ചുകൊള്ളും. ഇതാണോ സിനോറിയോ? ഇതാണോ ചിത്രം? ഇതാണ് പരിശോധിക്കുന്നത്. നെക്സ്റ്റ്, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. കേരള ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് അച്ചീവിംഗ് റിലേറ്റീവ്ലി ഹൈ ലെവൽസ് ഓഫ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഈവൻ വിത്ത് ലോ ലെവൽസ് ഓഫ് ഇൻകം. ഇതാണ് കേരള വികസനത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. കേരളം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വികസന ദശയിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. കേരള ഹാസ് ട്രാവൽഡ് ബിയോണ്ട് ദ ബേസിക്സ്. ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി. ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ചും ഒരു ധാരണയുണ്ട്. അത് നമ്മൾ ഈ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ സാമൂഹ്യ കാരണങ്ങളിലുള്ള ഇടപെടലാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ സാമൂഹ്യ ശാസ്ത്രകാരന്മാരും ഇക്കണോമിസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാരണം ഈ 2005-ന് ശേഷം ലോകത്തെമ്പാടും ചർച്ച ചെയ്യുന്ന സോഷ്യൽ ഡിറ്റർമിനൻസ്, ആരോഗ്യ നിലയെ നിർണ്ണയിക്കുന്ന സാമൂഹ്യ കാരണങ്ങളിൽ കേരളം ഇടപെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സാമൂഹ്യ കാരണങ്ങൾ ആരോഗ്യത്തിൽ മാത്രമല്ല, ബാക്കി എല്ലാത്തിലും അക്ഷരം പഠിപ്പിക്കുന്ന കാര്യം. കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ ആകെ തുകയെ നമുക്ക് ഒരുമിച്ച് ചേർത്താൽ കേരളം അക്ഷരം അറിയുന്നവരും ആരോഗ്യമുള്ളവരായി മാറിയതാണ് കേരളത്തിൻ്റെ നേട്ടങ്ങളുടെ കാതൽ എന്ന് പറയാവുന്നത്. അക്ഷരമറിയുന്നവരും ആരോഗ്യമുള്ളവരുമായി മാറി. ആരോഗ്യമുള്ളവരായി മാറി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം നേട്ടങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിച്ചു വെച്ചാൽ ഞാൻ ഉത്തരം പറയാ, ഞാൻ 10 കൊല്ലം എൻ്റെ ഇതര സംസ്ഥാനങ്ങളിലെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ജീവിക്കുമെന്നുള്ളതാണ്. അതിന് തന്നെ ആ ഒരു മാറ്റത്തിന് തന്നെ ഒരു ജെൻഡർ ബയാസ് ഇല്ല. സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള നിലപാടല്ല. അവർ 4 വർഷം കൂടുതൽ ജീവിക്കും, 4ആണെന്ന് എനിക്ക് തോന്നാലോ, അല്ലെങ്കിൽ 5 വർഷമോ കൂടുതൽ ജീവിക്കും പുരുഷന്മാരെക്കാൾ. ഇങ്ങനെ പൊതുവിൽ പറയാവുന്ന മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ നിലയ്ക്ക് വികസന പരീക്ഷണങ്ങൾ, വികസന സമീപനങ്ങൾ കേരളത്തിലെ ജനതയുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിന് കാരണമാവുന്ന ഇതിലേക്ക് എത്തിക്കുന്ന സാമൂഹ്യ കാരണങ്ങളിൽ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ഇടപെടുകയാണ്, രാഷ്ട്രീയമായിട്ട് ഇടപെടുകയാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഹെൽത്ത് പള്ളിക്കൂടം സ്ഥാപിക്കുക, ലാൻഡ് റിഫോംസ് നടത്തുക, ഇങ്ങനെയുള്ള സംഗതികളാണ്. ആ സംഗതികൾ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ
ഈ നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കുന്നത്. യെസ്, നെക്സ്റ്റ്. കേരളം ഇതുവരെയുള്ള കേരളത്തിൻ്റെ മാറ്റങ്ങളെ എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ നമുക്ക് എന്തെല്ലാം തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടുതലുണ്ടാവും ആളുകൾക്ക് പറയാനായിട്ട്. എനിക്ക് മനസ്സിലായിട്ട് ഒന്ന് ഡെമോഗ്രാഫിക് ട്രാൻസിഷനാണ്. നമ്മുടെ ജനസംഖ്യയുടെ സ്വഭാവത്തിൽ, അതിൻ്റെ രീതികളിൽ, അതിൻ്റെ വളർച്ചയിൽ, ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാൻ പറയേണ്ടതില്ല. കേരളത്തിൽ ഇന്ന് അതിൻ്റെ കണക്കുകൾ നമുക്ക് പിന്നാലെ വരാം. കേരളം ഫെർട്ടിലിറ്റി റേറ്റിൽ കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ച ഏതാണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന നിലയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ലോകത്തെമ്പാടും ഉണ്ടായിരുന്നൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വളർച്ച ഇല്ലെങ്കിൽ, സാമ്പത്തിക വളർച്ചയുടെ ഒപ്പമാണ് ഇത് നീങ്ങുക, സാമ്പത്തിക വളർച്ച ഇല്ലെങ്കിൽ ഈ നേട്ടം നേടാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ അതിൻ്റെ ഒരു ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ട്രാൻസിഷനാണ്. അതിൻ്റെ ജനസംഖ്യയുടെ അനുപാതത്തിൽ, അതിൻ്റെ സ്വഭാവത്തിൽ, ആയുർദൈർഘ്യത്തിലൊക്കെ വന്നിട്ടുള്ള മാറ്റമാണ്. അത് ഞാൻ പറഞ്ഞു, അതൊന്നും വീണ്ടും ഒരുപാട് ആവർത്തിക്കേണ്ട കാര്യമില്ല. ആയുർദൈർഘ്യത്തിനകത്ത് വന്നത് അതാണ് ഞാൻ പറഞ്ഞത്. മൊത്തം മലയാളിയുടെ ഒരു മേന്മ എന്താണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ആ സ്ഥലത്തേക്കാളും 10 കൊല്ലം നമ്മൾ കൂടുതൽ ജീവിക്കുന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ടേബിൾസ് വെച്ചുവാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഒരു ട്രാൻസിഷൻ. രണ്ടാമത്തത് ഇതിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ കാരണമാവുന്ന ഹെൽത്ത് ട്രാൻസിഷനാണ്. ഒരു ആരോഗ്യപരമായിട്ടുള്ള മാറ്റമാണ്, ഒരു മറികടക്കലാണ് കേരളത്തിലുണ്ടാകുന്ന രണ്ടാമത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് ട്രാൻസിഷൻ അതിനൊരുപാട് ഘടകങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. മൂന്നാമത്തെ സംഗതിച്ചാൽ ഒരു എഡ്യൂക്കേഷൻ ട്രാൻസിഷനാണ്. അക്ഷരം ഇന്നിപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഐക്യ കേരള രൂപീകരണത്തിൻ്റെ സമയത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്തായിരുന്നു? ഇന്നത്തെ പൊതുവിദ്യാഭ്യാസം എന്താ? 12ാം ക്ലാസ്സാണ് ഇന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം. 12ാം ക്ലാസ്സാണ്. എല്ലാവരും ഒരു യൂണിവേഴ്സൽ റീച്ചാണ് ഹയർ സെക്കൻഡറിക്ക്, ഇല്ലേ? ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായത്? അത് കേരള സമൂഹത്തെ എങ്ങനെയാണ് ബാധിച്ചത്? അതാണ് കേരളത്തെ അടിമുടി മാറ്റിയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് ഇതൊക്കെ. ഇത് മാറ്റം ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് എല്ലാത്തിനും ഇങ്ങനെ ബന്ധപ്പെടുത്തി ഇപ്പം നമ്മൾ പറയുന്നത് വയലിൽ പണിയെടുക്കാൻ പിള്ളേരെ കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. എന്താ കാരണം? പഠിച്ച പിള്ളേർക്ക് അങ്ങനെ പഠിക്കാൻ കിട്ടാത്തത് ഒരു അപ്വേർഡ് മൊബിലിറ്റിയുടെ അടയാളമാണെന്നാണ് ഞാൻ പറയുക. എൻ്റെ ഇത് അങ്ങനെ പഴയത് മാതിരിയുള്ള ഒരു മുഷിപ്പൻ, ഏറ്റവും അധികം അധ്വാനം ആവശ്യമുള്ള, ഏറ്റവും അധികം മുഷിപ്പിക്കുന്ന തരത്തിൽ തെങ്ങ് കയറിക്കൊള്ളണം എന്ന് ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ കേൾക്കാത്തത്, അവർ അതിന് തയ്യാറാവാത്തത് അവർക്കുണ്ടായിട്ടുള്ളൊരു അപ്വേർഡ് മൊബിലിറ്റിയുടെ അടയാളമാണ്. അല്ലെങ്കിൽ പിന്നെന്തേരം ചെയ്യേണ്ടിയിരുന്നത്? തെങ്ങ് കയറിക്കൊണ്ടിരുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെങ്ങ് കയറുക തന്നെ ചെയ്യണമായിരുന്നു, ചെത്തിക്കൊണ്ടിരുന്നവൻ ചെത്തുക തന്നെ ചെയ്യണമായിരുന്നു, കർഷക തൊഴിലാളി കൃഷി തന്നെ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യാൻ തയ്യാറല്ലാത്തത്, ആ പ്രശ്നം പരിഹരിക്കാൻ വേറെ മാർഗം നോക്കണം, നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് സൊല്യൂഷൻ കാണണം. അല്ലാതെ ഇന്ന് നമ്മുടെ എന്താ പറയുക, തിണ്ണയിലിടുന്ന നേരത്തെ മുറുക്കിക്കൊണ്ടിരുന്നവൻ ഇപ്പോഴും പറയാം ഇപ്പം ഒരുത്തനെ കിട്ടുമോ? പണിയെടുക്കാൻ കിട്ടൂല. പണിയെടുക്കാൻ കിട്ടാത്തതിൻ്റെ കാരണം അവൻ മര്യാദയ്ക്ക് പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവന് ആ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അന്തസ്സും വരുമാനവുമുള്ള തൊഴിൽ മേഖലകളായി നമുക്ക് കൃഷിയെയും കാർഷിക വൃത്തിയെയും ഒന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പിള്ളേർ പോകില്ല, അതുകൊണ്ട് അവർ വേറെ പണിക്ക് പോകും. അതുകൊണ്ടാണ് അവർ കുറച്ച് സാമൂഹ്യ അന്തസ്സുള്ള കുറഞ്ഞ വരുമാനമുള്ള പണിക്ക് പോകുന്നത്. അത് വളരെ ദോഷകരമായിട്ടുള്ളൊരു അടയാളമല്ല, മറിച്ച് അതിന് ഒരു കേരള സമൂഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ട്രാൻസിഷനുമായിട്ട് അതിന് ഗണ്യമായിട്ടുള്ള ബന്ധമുണ്ട്. മറ്റൊന്ന്, ഈ സമൂഹം ട്രാൻസിഷൻ ഫ്രം അഗ്രേറിയൻ ടു നോൺ അഗ്രേറിയൻ ഇക്കോണമി. കേരളം ഒരു അഗ്രേറിയൻ ഇക്കോണമി അല്ല. കേരളത്തിലെ മൊത്തം GSDPയുടെ 71-72%, കേരളത്തിലെ തൊഴിലിൻ്റെ 68-70% കാർഷികേതര മേഖലയിൽ നിന്നാണ്. കാർഷിക മേഖലയിൽ നിന്ന് വരുന്നതല്ല. നമ്മൾ പറയും കൃഷി വർദ്ധിപ്പിക്കണം, കൃഷി അങ്ങനെ ചെയ്യണം, കൂട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കാൻ എപ്പോഴും മനസ്സിൽ വരുന്ന ചോദ്യമാണ്, എൻ്റെ കുട്ടിയെ ഞാൻ കാർഷിക വൃത്തിക്ക് അയക്കുമോ എന്നുള്ളതാണ്. എന്താ അയക്കാത്തെ? അവിടുന്ന് കിട്ടണ വരുമാനം, സാമൂഹ്യ അന്തസ്സ് എൻ്റെ കുട്ടിക്ക് പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അയക്കില്ല. സിമ്പിളാണ്. അതൊരു സംഗതിയാണ്. രണ്ടാമത്തെ സംഗതി വെച്ചാൽ ഈ അഗ്രേറിയൻ ഇക്കോണമിയിലേക്ക് കേരളം തിരിച്ചു പോവുക എന്നുള്ളത് ഇന്നത്തെ നിലയ്ക്ക് ഈ സാമൂഹ്യ സംഘടന കൊണ്ട് സാധ്യമാണ് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കേരളം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫോർമേഷൻ, അത് അഗ്രേറിയൻ ഇക്കോണമിയിൽ നിന്നും ഒരു നോൺ അഗ്രേറിയൻ ഇക്കോണമിയായിട്ട് അല്ലെങ്കിൽ ഒരു കാർഷികേതര സമ്പദ്ഘടനയായിട്ട് മാറി എന്നുള്ളതാണ്. കേരളത്തിലെ വരുമാനത്തിൻ്റെ 72%, എൻ്റെ തൊഴിലിൻ്റെ 70%, 68-70% കാർഷികേതര മേഖല. ഇതാണ് പ്രധാനപ്പെട്ട ട്രാൻസിഷൻസ്. കേരളത്തിൻ്റെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പ്രധാന. നെക്സ്റ്റ്,
എന്താണ് ഈ ഹെൽത്ത് ട്രാൻസിഷൻ്റെ ഒരു കേന്ദ്ര മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ? കേരളത്തിലുണ്ടായിട്ടുള്ള ഹെൽത്ത് മാറ്റത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങളുടെ ഒരു അടിസ്ഥാന സ്വഭാവം ഗുഡ് ഹെൽത്ത് ലോ കോസ്റ്റ് എന്നുള്ളതാണ്. ഇതിവിടെ മാത്രമുള്ളൊരു മുദ്ര. ഇത് നമ്മൾ എനിക്കറിയില്ല എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടാകും. ശ്രീലങ്ക, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഇമാതിരി തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ നല്ല ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെ കേരള ഹാസ് ട്രാവൽ ബിയോണ്ട് ബേസിക്സ് എന്ന്. നമ്മൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിമിതികളിൽ നിന്ന് കേരളം മുറിച്ചു കടന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഘടകം അതാണ്. നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നിന്ന് മോചനം നേടുന്നു. വയറിളക്കം ഇവിടെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതുണ്ടാക്കുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതുപോലുള്ള പകർച്ചവ്യാധികൾ, പാൻഡമിക്സ്, ഇതിന്നൊക്കെ വ്യാധികൾ, മഹാവ്യാധികൾ, ഈ മഹാവ്യാധികൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നത് ഈ രംഗത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ കൊണ്ടാണ്, ഒരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട്. രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിന് ഈ ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാവുന്നു. ആ പൊളിറ്റിക്കൽ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ആരോഗ്യരക്ഷാ സംവിധാനത്തെ കരുപ്പിടിപ്പിക്കുന്നു. ആ ആരോഗ്യരക്ഷാ സംവിധാനം എന്തുണ്ടാക്കുന്നു? ജനങ്ങളുടെ ആരോഗ്യത്തെ അതിനൊരു ക്രമമുണ്ട്, നമുക്കറിയാം. പല ടയറുകളിലായിട്ടുള്ള സംഗതി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതൊക്കെ ഞാൻ നിങ്ങളൊക്കെ പറയുന്ന മോശമാണ്. ഇങ്ങനെ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം കുറഞ്ഞ ചെലവിൽ എന്നുള്ളതായിരുന്നു. അതാണ് കേരളത്തിലെ ആരോഗ്യരക്ഷാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. ഇത് ഇമാതിരി ട്രാൻസിഷൻ സംഭവിച്ചിട്ടുള്ള ലോകത്തുള്ള പല സ്ഥലങ്ങളിലും ഈ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം വെൽ നിറ്റ് നെറ്റ്വർക്ക് ഓഫ് പബ്ലിക് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് നമ്മുടെ സെൻറ്റർ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ അസുഖം വന്ന ആദ്യം പോകുക സെൻറ്ററിലാണ്. സെൻറ്റർ എന്നാണ് ഞങ്ങളോട് പറയുക. ഇവിടെയൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെൻറ്റർ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ. PSCക്ക് ഞങ്ങളുടെ നാട്ടിൽ സെൻറ്റർ എന്നാണ് പറയുക. സെൻറ്ററിൽ പോയി നിന്നിട്ട് മരുന്ന് വാങ്ങും. സെൻറ്ററിൽ നിന്ന് ഡോക്ടർ പറഞ്ഞാലാണ് പിന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുക. ആലപ്പുഴക്കാരനാണ് ഞാൻ. താലൂക്ക് ആലപ്പുഴയിൽ ഈ അടുത്ത കാലത്ത് ഇപ്പോഴും അങ്ങനെയാണല്ലോ. താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ പിന്നെ നേരെ മെഡിക്കൽ കോളേജാണ്. നേരത്തെ ഞങ്ങളുടെ ആലപ്പുഴയിലുണ്ടായിരുന്ന ചെറിയ പരിമിതമായ സ്ഥലത്തുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടാനത്തേക്ക് മാറ്റിയപ്പോൾ കുറച്ചും കൂടി സൗകര്യമായിട്ടുണ്ട്. എന്നാലും ആലപ്പുഴക്കാർക്ക് ഈ സെൻറ്ററും താലൂക്ക് ആശുപത്രിയും പിന്നെ മെഡിക്കൽ കോളേജുമാണ്. ഇതൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മോഡലായിരുന്നു. ഇതാണ് ഈ നമുക്ക് നമ്മുടെ ആരോഗ്യ നേട്ടങ്ങൾ. അത് ഞാൻ ഒരൊന്നും പറയണ്ട, നിങ്ങൾക്കറിയാം അത് എങ്ങനെയാണ് ജീവിതത്തിൽ പ്രതിഫലിച്ചത് എന്നുള്ളത്. അത് നമ്മുടെ ഏതെല്ലാം ആരോഗ്യ സൂചികകളാണ് ആ മാറ്റം വന്നത്, അതൊന്നും ഞാൻ പറയേണ്ടതല്ല. ഈ മാറ്റം വരുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഇത് നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ ആൾ ഇന്ത്യ ആവറേജ് വെച്ചിട്ട് ഞാനിത് ഓരോന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഈ വ്യത്യാസമാണ് അളക്കാം. എങ്ങനെയാണ് നമ്മുടെ ജീവിത ദൈർഘ്യം വ്യത്യാസമുണ്ട്, ക്രൂഡ് ബർത്ത് റേറ്റ് എത്രയുണ്ട്, ഇതിലൊക്കെ കേരളം നേട്ടങ്ങൾ നേടിയിരിക്കുന്നു. ആ നേട്ടങ്ങൾ നേടുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, അടിസ്ഥാന കാരണം എല്ലാം ഈ നമ്മൾ കുറഞ്ഞ ചെലവിൽ നേടിയിട്ടുള്ള ഈ പബ്ലിക് ഇൻ്റർവെൻഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പബ്ലിക് ഇൻ്റർവെൻഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് ഇതെല്ലാം. ഇത് ലോകത്തുള്ള ലോ ഇൻകം ആൻഡ് ലോ മിഡിൽ ഇൻകം ഇക്കോണമി, മിഡിൽ ഇൻകം ഇക്കോണമി, ഹയർ ഇൻകം ഇക്കോണമി, ഇതിലൊക്കെ വെച്ച് നോക്കിയാലും കേരളത്തിൻ്റെ ഈ നേട്ടങ്ങൾ നോക്ക്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇതെല്ലാം എങ്ങനെ വെച്ച് പരിശോധിച്ചാലും കേരളത്തിന് നേടിയിട്ടുള്ള നേട്ടങ്ങൾക്ക് വളരെ എൻവിയബിൾ ആയിട്ടുള്ള, വളരെ അസൂയാവഹമായിട്ടുള്ള ഒരു പൊസിഷനാണ് കേരളം ഈ ഇൻ്റർവെൻഷൻ കൊണ്ട് ആരോഗ്യരംഗത്ത് നേടിയെടുത്തത് എന്ന് നിങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഈ നേട്ടങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അതാണ്. ഇത് ആരോഗ്യം, ഇപ്പം ഇതിൽ നിന്ന് കുറച്ച് വിടുകയാണ്. ഇത് ആരോഗ്യരംഗത്ത് മാത്രമല്ല ഈ നേട്ടങ്ങൾ വരുന്നത്, വിദ്യാഭ്യാസ രംഗത്ത് പുതിയ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്, ആരോഗ്യരംഗത്ത് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വെല്ലുവിളികളെ മറികടക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രഹ്മത്തിൽ എത്തിച്ചേരുകയല്ല. ബ്രഹ്മത്തിൽ എത്തിച്ചേർന്ന പ്രശ്നമൊക്കെ തീർന്ന് ഇനിയെന്നാ ബ്രഹ്മത്തിൽ അടിഞ്ഞ് കൂപ്പി നിൽക്കാന്നുള്ളതല്ല, പുതിയ പ്രശ്നമുണ്ടാവും. അത് ഇതിൻ്റെ തന്നെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിൽ വരുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ പുതിയ ചലഞ്ചസ് ഉണ്ടാവും. ആ പുതിയ ചലഞ്ചസിനെ എങ്ങനെയാണ് നേരിടുക? നിങ്ങൾ ഏത് വഴിക്കാണോ വന്നത് ആ വഴിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ പുതിയ ഇൻ്റർവെൻഷൻ നടത്തുക എന്നുള്ളതാണ് അതിന് മാർഗം. ആരോഗ്യരംഗത്തും ഇത് വന്നു. ആരോഗ്യരംഗത്ത് നാം പറഞ്ഞല്ലോ, ഏറ്റവും വലിയ നേട്ടം നമ്മൾ 10 കൊല്ലം കൂടുതൽ ജീവിക്കുന്നതാണ്. വലിയ ഏജിങ് പോപ്പുലേഷൻ കൂടുന്നു കേരളത്തിൽ, അത് കാണിക്കുന്നത്. ആളുകളുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു, ജീവിത നിലവാരത്തിൽ വർധന വരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല, ജയശ്രീയൊക്കെ ഉണ്ട്. ഈ 45 വയസ്സിൽ നമ്മളെല്ലാം ചത്തുപോയിരുന്നെങ്കിൽ എല്ലാവർക്കും ഹൈപ്പർ ടെൻഷൻ വരുമെന്ന് എനിക്ക് സംശയമാണ്. 45 വയസ്സിൽ ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഡയബറ്റിക് പേഷ്യൻസ് ഇവിടെ ഉണ്ടാകുമായിരുന്നു എനിക്ക് സംശയമാണ്. നമ്മൾ 45 വയസ്സിൽ ചത്തുപോകാത്തത് ഒരു കാരണമാണ്.
നമ്മൾ ചാവുന്നത് 75 വയസ്സിലാണ് എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് വർദ്ധിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ചലഞ്ച് നമ്മുടെ മുമ്പിൽ, കേരള സമൂഹത്തിന് മുമ്പിൽ ഒരു സാമൂഹ്യമായിട്ടുള്ള ചലഞ്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പുതിയ ചലഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഡോക്ടർ സിയാ സോമനൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന ആ സമയത്ത്, സിയാ സോമനൊക്കെയാണ് പണിക്കർ, സിയാ സോമൻ അവിടെയൊക്കെ സ്റ്റഡിയുടെ കാലത്ത് ഇതിനെ ഇങ്ങനെ പേരിട്ട് വിളിച്ചു, മരിക്കൂല, ചാവൂല, ചാവല് കുറവാണ്, പിന്നെയോ രോഗാതുരത കൂടുതലാണ്, മോർബിഡിറ്റി, അതായത് ലോ മോർട്ടാലിറ്റി ഹൈ മോർബിഡിറ്റി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം കേരളത്തിലുണ്ട് എന്ന് അവർ നിഗമനത്തിലെത്തി. രോഗാതുരതയുണ്ട്, അത് നമ്മൾ പരിശുദ്ധരൊക്കെ പറഞ്ഞു നടന്നു ഇഷ്ടം പോലെ. രോഗാതുരത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണം ഇതാണ്. ഇത് 50 വയസ്സിൽ ചത്തുവണന്റെ രോഗമല്ല 80 വയസ്സിൽ ചത്തുവണൻ ഉണ്ടാവുന്നത്. ആ ഡിസീസ് ലോഡല്ല ഉണ്ടാവുക, ആ ഡിസീസ് ലോഡ് വ്യത്യാസമായിരിക്കും. അത് വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും കൈകാര്യം ചെയ്യാൻ തയ്യാറാവുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ചലഞ്ചായിട്ട് നിൽക്കും. അപ്പോൾ പുതിയ ബർഡൻ വരെയാണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ പുതിയ ബർഡൻ വരെയാണ്. അപ്പോൾ കേരളത്തെക്കുറിച്ച് പറയാ, കേരളത്തിലെ മരണകാരണങ്ങൾ പരിശോധിച്ചാൽ അത് കാണുക, ഏതെങ്കിലും ഒരു ലീസ്റ്റ് ഡെവലപ്മെന്റ് നേഷന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികസ്വര രാജ്യത്തിന്റെയോ അവികസിത രാജ്യത്തിന്റെയോ ആളുകൾ മരിക്കുന്നതിന്റെ കാരണങ്ങളായിരിക്കില്ല കാണുന്നത്. നിങ്ങൾക്ക് അമേരിക്കയിലും UK-യിലും ഉണ്ടാവുന്ന മരണത്തിന്റെ കാരണങ്ങളോടായിരിക്കും റിസംബ്ലൻസ് ഉണ്ടാവുക. അതിനോടാണ് എന്തുണ്ടാവുക അതിനകത്ത്. ഇപ്പൊ ഉദാഹരണത്തിന് പരിശുദ്ധന്റെ പഠനത്തിന് ഏറ്റവും കൂടുതലുള്ളത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്, അല്ലേ? അങ്ങനെയാണ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത്തരത്തിലുള്ള സംഗതികളാണ് വരുന്നത്. അപ്പോൾ മരണകാരണത്തെക്കുറിച്ചുള്ള പരിശോധന കാണിക്കുന്നത് കേരള സമൂഹത്തിന്റെ ഇതിനുള്ള റിസംബ്ലൻസ് ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിന്റെ സ്വഭാവത്തോടാണ്, അല്ലാതെ ഒരു ലീസ് ഡെവലപ്മെന്റ് രാജ്യത്തോടല്ല. ഇത് അപ്പോൾ ഒരു വശത്ത് ആളുകളുടെ പ്രായം വർദ്ധിക്കുന്നു, ആളുകൾ കൂടുതൽ ജീവിക്കുന്നു, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വർദ്ധിക്കുന്നു, ആളുകളുടെ ആരോഗ്യ അവബോധത്തിൽ നമ്മുടെ നേരത്തെയുള്ള ഇന്റർവെൻഷൻസ് കൊണ്ട് വ്യത്യാസം വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മാതിരിയല്ല. പണ്ട് വയറിളക്ക, പരിശുദ്ധന്റെ ഒരു നാടകം ഞാൻ പണ്ട് കണ്ടത്. ഇപ്പം വയറിളക്ക രോഗം വരുന്നു, വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഷൂന്ന് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ വെള്ളം കൊടുക്കേ, ഇത്ര അബദ്ധമുണ്ടോ, വെള്ളം പോയിക്കൊണ്ടിരിക്കുക, പിന്നെയും വെള്ളം കൊടുത്താൽ പിന്നെയും പോകില്ലേ എന്നുള്ളൊരു സാമാന്യ ബോധത്തെ നിങ്ങളൊരു ശാസ്ത്രബോധം കൊണ്ട് പകരം വയ്ക്കുകയാണ് ചെയ്തത്. ഒരു ശാസ്ത്രീയ യുക്തിചിന്ത കൊണ്ട് പകരം വയ്ക്കുക. വെള്ളം പോയാൽ വെള്ളവും മിനറൽസും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു യുക്തിചിന്ത, ശാസ്ത്രീയ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പകരം വയ്ക്കുകയാണ് ചെയ്തത്. ആ ശാസ്ത്രീയ യുക്തിബോധം കൊണ്ട് പകരം വെച്ചിട്ടാണ് നമ്മൾ ഈ അവബോധം ഉണ്ടാക്കി. അപ്പോൾ കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഏത് രംഗത്തെയും നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഹെൽത്ത് അവയർനെസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആളുകളുടെ ഹെൽത്ത് അവയർനെസ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഹെൽത്ത് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഡിമാൻഡ്, ഗർഭിണികളുടെ കെയർ, ഏത് ആളുടെയും ഗർഭാവസ്ഥയുടെ പ്രാരംഭം മുതൽ അദ്ദേഹം പ്രസവിക്കുന്നത് വരെ നമ്മൾ ഇപ്പോൾ സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷനിലാണ്, അല്ലേ? ഒരു കുട്ടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷനിലാണ്, സർവൈലൻസിലാണ്. ഇതുപോലെ 45 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഹൈപ്പർ ടെൻഷനും മറ്റേ ഡയബറ്റീസും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ കൃത്യമായിട്ടുള്ള അതിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മളുടെ ഹെൽത്ത് ഡിമാൻഡ് വർദ്ധിക്കുന്നു. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡിമാൻഡ് വർദ്ധിക്കുന്നു, ആരോഗ്യ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ ആരോഗ്യ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ഡിസീസ് ലോഡിനും വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ടത്തെ മാതിരിയുള്ള അപ്രോച്ചല്ല, പണ്ടത്തെ മാതിരിയുള്ള സ്ട്രാറ്റജി അല്ല, ആ രീതിയിലുള്ള സമീപനമല്ല വേണ്ടത്. പുതിയ സമീപനം വേണം. നേരത്തെ നമ്മളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ സംഘടിപ്പിച്ചിരുന്ന രീതി എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയുടെ അല്ലെങ്കിൽ അന്നത്തെ അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമുക്ക് ഈ മാറിയ സാഹചര്യത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പുതിയ ചോദ്യം. അപ്പം പുതിയ ചലഞ്ചസ്, പുതിയ കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ലോഡ് ഇതെല്ലാം വരുന്നു. ഇത് പക്ഷെ ഈ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ പൊതു ആരോഗ്യ ഇടപെടൽ അങ്ങനെ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. സിൻസ് വി കുഡ് നോട്ട് ഫൈൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സൊല്യൂഷൻ ടു ന്യൂ ചലഞ്ചസ്, പുതിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള പരിഹാരം കാണാൻ പറ്റിയില്ല. സോ പീപ്പിൾ ബിഗാൻ ടു ക്രിയേറ്റ് ദെയർ ഓൺ സൊല്യൂഷൻസ്. അവർ വ്യക്തിപരമായ പരിഹാരങ്ങൾ തേടാൻ തുടങ്ങി. വ്യക്തിപരമായ പരിഹാരം റിസൾട്ടിങ് ഇൻ ഫാർദർ അഗ്രവേഷൻ, വീണ്ടും അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിച്ചു. ഇതിവിടെ മാത്രമല്ല, ആരോഗ്യത്തിൽ മാത്രമല്ല,
ഇതിനേക്കാളും രസകരമായിട്ടുള്ള ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ട്രാഫിക്കാണ്. നിങ്ങൾ മലയാളി കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് കൂടുതൽ യാത്ര വേണമെങ്കിൽ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വർദ്ധിക്കുന്നില്ല. അതാണ് സാമൂഹികമായിട്ടുള്ള പരിഹാരം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിക്കാത്തടത്തോളം ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആദ്യം ഒരു 2 വീലർ വാങ്ങിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ 4 ആളാകുമ്പോൾ ഞാൻ 4 വീലർ വാങ്ങിക്കും. ആ 4 വീലർ പിള്ളേർ കുറച്ചും കൂടെ വലുതാകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പുറകിരുന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തപ്പോൾ അവന് വേറൊരു നല്ലൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ പരിഹാരം കാണാൻ തുടങ്ങി. അത് അവസാനം എന്ത് പറ്റി? ഈ റോഡ് പോരാന്നായി കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയ? റോഡ് പോരാ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി കേരളത്തിൽ. റോഡ് പോരാന്ന് വെച്ചാൽ റോഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം. റോഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ പബ്ലിക് എക്സ്ചക്കറിൽ ഇടുന്ന പൈസ ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്നാൽ പിന്നെ പുതിയ ഒരു ഫിനാൻസിങ് പാറ്റേൺ വേണം റോഡുകൾക്ക്. അതെന്താണ്? അതാണ് BOT അല്ലെങ്കിൽ PPP അല്ലെങ്കിൽ അതുമാതിരിയുള്ള സാധനം. സോ നിങ്ങൾ ഒരു പുതിയ ചലഞ്ചിന് രാഷ്ട്രീയമായ പരിഹാരം കാണാതിരിക്കുന്നതോടുകൂടി എന്തുണ്ടാവുന്നു? നിങ്ങൾ വ്യക്തിപരമായ പരിഹാരങ്ങളിലേക്ക് തള്ളപ്പെടുന്നു. ആ വ്യക്തിപരമായ പരിഹാരങ്ങൾ പക്ഷെ സാമൂഹ്യമായ വ്യഥകളാണ് സൃഷ്ടിക്കുക, സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുക. ആ സാമൂഹ്യ വ്യഥകൾ പുതിയ ചലഞ്ചസ് ആയിട്ട് രംഗത്ത് വരും. ആരോഗ്യ രംഗത്തും ഇത് തന്നെയാണ് വെച്ചത്. നിങ്ങൾക്ക് പുതിയ പ്രശ്നങ്ങൾ, ഹെൽത്ത് ഡിമാൻഡ് ഉണ്ട്, നമ്മുടെ അവയർനെസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പ്രശ്നങ്ങൾ നേരിടാൻ കേരളത്തിൽ ആരോഗ്യരക്ഷാ സംവിധാനത്തെ സജ്ജമാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ പരിഹാരങ്ങളിലേക്ക് ആളുകൾ അമരുകയാണ്. ഇങ്ങനെ അമരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ പറ്റുക? എന്നെ ഒരു മൂക്കിപ്പനി വന്നാലും എൻ്റെ ഭാര്യ കൊണ്ടുപോവുക എങ്ങോട്ടാണ്? അമൃത ആശുപത്രിയിലേക്കാണ്, അല്ലെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ്. അല്ലെങ്കിൽ കാരണം എന്നോട് ആരും പറഞ്ഞിട്ടില്ല, എൻ്റെ സമൂഹത്തിലോടും എൻ്റെ നാട്ടുകാരോടും പറഞ്ഞിട്ടില്ല, അപ്പുറത്ത് കളമശ്ശേരിയിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഇത് ആദ്യമായിട്ട് നോക്കാനുള്ള ആൾ കൊള്ളാം എന്നാരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതൊരു സാമൂഹ്യ പരിഹാരമായി ഇതുകൂടി നോക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി കളമശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വൈപരീത്യം എന്ന് പറയട്ടെ, ഏറ്റവും വലിയൊരു കോപ്പറേറ്റീവ് മോഡൽ വളർന്നു വന്നത് കാക്കനാടാണ്. പക്ഷെ കാക്കനാട്ട കോപ്പറേറ്റീവ് ആശുപത്രിയുടെ തൊട്ടിപ്പുറത്തൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്. ഇറ്റ് ഇസ് ടോട്ടലി ഡെസർട്ടഡ്. ആളുകൾ തിരിഞ്ഞു നോക്കാത്തൊരു സംവിധാനമായി അവിടെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അതൊരു പരിഹാരമല്ല എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ച പരിഹാരം മറ്റെന്താണ്? ഇത് എവിടെയൊക്കെ എത്തിക്കുന്നത്? proliferation of curative private health institutions and diagnostics. ഇത് എങ്ങോട്ടാണ് എത്തിക്കണമെന്ന് അറിയാമോ? രോഗചികിത്സയെ ഊന്നിക്കൊണ്ടുള്ള വൻകിട ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുമാണ് കേരളത്തിൻ്റെ ആരോഗ്യരക്ഷാ സംവിധാനം എന്നതിലേക്ക് എത്തിക്കുകയാണ്. ഒരു സോഷ്യൽ കൺട്രോളും ഇതിൻ്റെ പുറത്ത് ഉണ്ടാവുന്നില്ല. ഇതാണ് കേരളത്തിൽ സ്വാധീനം സിദ്ധിച്ചൊരു മധ്യവർഗത്തിന് പഥ്യമായിട്ടുള്ളത്. ആലപ്പുഴക്കാരനായിട്ടുള്ള സ്വാധീനം സിദ്ധിച്ച ആളുടെ ഏറ്റവും വലിയ പരാധീനത എന്നറിയാമോ? ആലപ്പുഴയിലെ ആരോഗ്യരക്ഷാ സംവിധാനത്തെക്കുറിച്ച് കൊള്ളാവുന്നൊരു ആശുപത്രി ഉണ്ടോ ഈ ആലപ്പുഴ നഗരത്തിൽ എന്നുള്ളതാണ്. വേറൊരു കുറ്റപ്പെടുത്തൽ കൂടെ ഞാൻ കേൾക്കാറുണ്ട്. ഈ അമൃത ആശുപത്രി അവിടുത്തെ കരളകം പാടകം എന്ന് പറഞ്ഞൊരു വലിയ പാടുണ്ട്. ആ പാടത്ത് വരേണ്ടതായിരുന്നു. അന്ന് ഈ ആലപ്പുഴയിലെ ട്രേഡ് യൂണിയൻകാർക്ക് ഭ്രാന്തായിട്ട് പാടം നികത്തി കൂടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെട്ടിനിരത്തൽ ആ സാധനത്തിന്. അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ഈ അമൃത ആശുപത്രി ആലപ്പുഴ നഗരപരിധിയിലുള്ള കരളകത്ത് വരുമായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? സ്വാധീനം സിദ്ധിച്ചൊരു മധ്യവർഗത്തിന് ഈ പരിഹാരം പഥ്യമാണ്. ആ സ്വാധീനം സിദ്ധിച്ച ചെറുതൊന്നുമല്ല. 10% വെച്ചാൽ എത്ര വരും? ചെറുതൊന്നുമല്ല. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ദശലക്ഷം 3 ദശലക്ഷം വരും. 30 ലക്ഷം വരും കേരളത്തിൽ. 33 ലക്ഷം. 33 ലക്ഷം അവരുടെ കയ്യിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് എത്രയാ? ഈ മാർച്ച് അവസാനത്തെ കണക്ക് കേരളത്തിന്റെ റെമിറ്റൻസ് 1.07 crores ആണ് കേരളത്തിന്റെ റെമിറ്റൻസ്. കഴിഞ്ഞ വട്ടം 90,000 കോടിയായിരുന്നു. ഇത്തവണ 1,07,000 കോടി രൂപയാണ് ആ റെമിറ്റൻസ്. ആ പണം വരുന്നത് ഈ വിഭാഗത്തിന്റെ കയ്യിലാണ്. അവർക്ക് ഇതാണ് പഥ്യം. സർക്കാരാണെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സർക്കാർ ഒരു റോങ് ആയിട്ടുള്ള ഒരു നോഷനിലേക്ക് എത്താണ്. എന്താണ്? ഇങ്ങനെ സ്വാധീനം സിദ്ധിച്ച മധ്യവർഗത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കലാണ് സർക്കാരിന്റെ ധർമ്മം എന്നത്. ഇതിനെ പക്ഷേ നമുക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇവിടെ മാത്രമായിട്ടുള്ള സംഗതിയായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിനെ ഒരു അഖിലേന്ത്യാ പെർസ്പെക്റ്റീവ് ഉണ്ട്. 90s ശേഷം 1990 ശേഷം കേരളത്തിലെമ്പാടുമുള്ള ഇന്ത്യയിലെമ്പാടും വലിയൊരു മാറ്റം ഇതിനകത്തുണ്ട്. അത് ഹെൽത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ വെച്ചാൽ ഞാൻ അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത്. ഓക്സ്ഫാമിൻ്റെ ഒരു വർക്കിംഗ് പേപ്പർ ഇറങ്ങിയിട്ടുണ്ട്, ഹൗ ടു ഫിനാൻസ് പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഒരു മലയാളിയായിട്ടുള്ള ഒരാളാണത് ആ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്. ഇത് നോക്കണം, കേരളത്തിലെ ഇന്ത്യയുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ പാറ്റേണിൽ
സർക്കാരിൻ്റെ മുതൽ മുടക്ക് അതെങ്ങനെയാണ്, ഇൻഷുറൻസ് ആയിട്ടുള്ള മുതൽ മുടക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ളൊരു പേപ്പറാണ്. ആർക്കെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്സ്ഫാമിൻ്റെ വർക്കിംഗ് പേപ്പറാണ്. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചറിനെ ഫിനാൻസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സംഗതിയാണ്. അതിനകത്ത് കാണാം ഇതിനകത്ത് വന്ന മാറ്റം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണ്? നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 1% താഴെയാണ്. 1% താഴെയാണ്. ചൈനയുടേത് ഒരു 2.6, 2.7 വരും. ശ്രീലങ്കയുടേത് പോലും അതിനേക്കാൾ കൂടുതൽ വരും. കേരളത്തിന് സമാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും വളർച്ചാ രീതികളുമുള്ള രാജ്യത്തിന് WTO കണക്കാക്കിയിരിക്കുന്ന ഒരു 3% എങ്കിലും, നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 3% എങ്കിലും എന്ത് വേണം, നമ്മുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറായിട്ട് വരണം എന്നുള്ളതാണ്. പക്ഷേ ആ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എത്രയായിട്ട് താഴെയാണ്? 1 താഴെയായിട്ട് നിൽക്കണം. കേരളത്തിൻ്റെ അബിസ്മലി ലോയാണ് കേട്ടോ. അതിനേക്കാളൊക്കെ അത്ഭുതകരമാവണ്ണം കുറവാണ് കേരളത്തിൻ്റെ ആസ് പെർസെൻറ്റ്. നമ്മളെ പലതരത്തിലും നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ, നമ്മളുടെ റവന്യൂ ചെലവിൻ്റെ അനുപാതം, അതാണ് ഏറ്റവും അത്ഭുതം. റവന്യൂ ചെലവിൻ്റെ അനുപാതമായി നമ്മുടെ ആരോഗ്യ ചെലവ് ഗണ്യമായിട്ട് കുറയാണ്. ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. എന്നാൽ റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ ശമ്പളം ഇതൊക്കെ കൊടുക്കുന്ന ചെലവിനാണ് റവന്യൂ ചെലവ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഈ റവന്യൂ ചെലവാണ് കേരളത്തിലെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. കാരണം ഈ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കുക, പാരാമെഡിക്കൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുക, ഈ ഏർപ്പാടാണ്. ആ ഏർപ്പാടിനുള്ള ചെലവ് തന്നെ പരിശോധിച്ചാൽ കേരളത്തിൽ വളരെയധികം കുറവാണ് പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള മാറ്റം, പോസ്റ്റ് 90s ഉണ്ടായിട്ടുള്ള ലിബറലൈസേഷൻ്റെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സംഗതി എന്തായിരുന്നു? അതിൻ്റെ സംഗതി വെച്ചാൽ ഇതൊരു ഗവൺമെൻറ് ഗോളല്ല ഇതായി മാറുന്നു. അത്രയും നിങ്ങൾ കരുതിയാൽ മതി. സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമല്ല ആരോഗ്യം എന്നുള്ള തലത്തിലേക്ക് വരുന്നതോടുകൂടി ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുന്നു. ഹെൽത്ത് എക്സ്പെൻഡിച്ചർ മാറുന്നു. നമ്മളുടെ പൊതുജനാരോഗ്യ ചെലവുകളെല്ലാം ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ട് മാറുന്നു. ഇൻഷുറൻസ് തന്നെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. ഇൻഷുറൻസിലേക്ക് ഒരുപാട് കമ്പനികൾ കടന്നു വരുന്നു. അവർക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരുപാട് പുതിയ അവന്യൂസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ മുമ്പിൽ വരുന്നു. സോ ദിസ് ഇസ് ഇന്റർ റിലേറ്റഡ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സംഗതിയാണ് ആ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇത് resulted in discarding of public care institutions, steady erosion of the quality of public health care. ഇത് ചുരുക്കത്തിൽ എന്താ ഭവിച്ചത് നമ്മളുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ ഇറോഡ് ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ്. കേരളത്തിൽ ഇത് വളരെ വിസിബിളാണ്. അതിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ്. സോ ഈ രംഗത്ത് അപ്പോൾ സർക്കാരിൻ്റെ ഗോളല്ലാതായി മാറിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? പ്രൈവറ്റ് ക്യാപിറ്റലിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം ആലപ്പുഴയിൽ നടക്കുന്നത് തർക്കം നിങ്ങൾക്കറിയാലോ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് എൻ്റെ തൊട്ടപ്പുറത്ത് 10 കിലോമീറ്റർ അപ്പുറത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇങ്ങനെ ഓടണം ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട്. മെഡിക്കൽ കോളേജ് പലരും സ്വകാര്യ മേഖല തുടങ്ങുന്നുണ്ട്, സഹകരണ മേഖല തുടങ്ങുന്നുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത, ഈ മെഡിക്കൽ കോളേജിൻ്റെ കേരളത്തിൽ ആദ്യ തലമുറ സ്വകാര്യ മെഡിക്കൽ കോളേജുകളൊക്കെ വന്ന ഇവിടെ ഒരെണ്ണം ഏറ്റവും പ്രധാനമായിട്ട് വന്നത് ഇവിടെ അടുത്താണ്, കോലഞ്ചേരി. പക്ഷെ കോലഞ്ചേരിയിൽ എന്താ പറയുക, വ്യവസ്ഥാപിത ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്കാണ് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നത്. അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരു ആശുപത്രി ഉണ്ട്, സർവസജ്ജമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സജ്ജമായിട്ടുള്ള ആശുപത്രി ഉണ്ട്, അവിടേക്കാണ് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നത്. അതുപോലെ പല ആശുപത്രികളും 1ാം തലമുറ സ്വകാര്യ മെഡിക്കൽ കോളേജുകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ ഏറ്റവും ചെലവേറിയ ഭാഗം ആശുപത്രി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയാമോ? മെഡിക്കൽ കോളേജ് സ്വകാര്യ മേഖലയിൽ ആരംഭിക്കുന്നു, സ്വകാര്യ മേഖല PPPയിൽ ആരംഭിക്കുന്നു. ആശുപത്രി സർക്കാർ ഭൂമി അക്വയർ ചെയ്ത് സർക്കാർ വായ്പ എടുത്ത് സർക്കാർ ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഏർപ്പാട്. 15 കിലോമീറ്റർ ഇപ്പുറത്താണ് വണ്ടാനം TD മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജ് സ്വാഭാവിക വൃത്തിയിലേക്ക് നീങ്ങുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഫലം. കാരണം സമൂഹത്തിൽ ഏറ്റവും സ്വാധീനം സിദ്ധിച്ച ആളുകളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ശ്രദ്ധ അപ്പുറത്തേക്കാവാം. ഞാൻ പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളൊരു നോഷനിലേക്ക് മാറി ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് വന്നു. അപ്പോൾ ഈ സ്വകാര്യ മേഖല വരുന്നു. പക്ഷെ സ്വകാര്യ മേഖല നേരത്തെ ഉണ്ടായിരുന്ന സ്വകാര്യ മേഖല എന്താ? ഞാനിങ്ങനെ കുറച്ചുകൂടി ധാരണയുള്ള കൃത്യമായിട്ട് ചർച്ചയിലൊക്കെ ഉന്നയിക്കണം. ഞാൻ പറയാം, എനിക്കറിയുന്ന വെച്ചാൽ ഉദാഹരണത്തിന് നേരത്തെ വന്ന കേരളത്തിലെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഉണ്ട്. കേരളത്തിലെ സാമൂഹ്യ
പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ട്, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ട്. അവയുടെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്? ഒന്ന്, ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളിലായിരിക്കും, അർബൻ സെറ്റിൽമെൻറ്റ്സിലല്ല. ഏറ്റവും ഏറ്റവും കൂടുതൽ സാമൂഹ്യമായി അകറ്റി നിർത്തപ്പെടുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. കുഷ്ഠരോഗാശുപത്രികൾ, ക്ഷയരോഗാശുപത്രികൾ, ഇങ്ങനെയാണ്. അപ്പോൾ അതൊരു ഫിലാന്ത്രോപ്പിക് മനുഷ്യ സ്നേഹപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനവ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനോടുള്ള അത്തരത്തിൽ ഉള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ നിക്ഷേപം ആ കാലത്ത് വന്നിരുന്നത്. അതുകൊണ്ടാണ് കുഷ്ഠരോഗാശുപത്രികൾ. ശ്രീനാരായണ മെഡിക്കൽ മിഷൻ തന്നെ വളരെ കുറഞ്ഞാണെങ്കിൽ തുടങ്ങുന്ന ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങൾ. എൻ്റെ നാട്ടിലുണ്ടായിരുന്നൊരു SNMM എക്സ്റേ എന്ന പേരിൽ അറിയപ്പെടുന്ന ആശുപത്രി. എക്സ്റേ ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷയരോഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ കയർത്തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായിരുന്ന ക്ഷയരോഗത്തിൻ്റെ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനമായിട്ടാണ് SNMM വരുന്നത്. ശങ്കർ റാം എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഡോക്ടർമാരുടെ ഇടയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹം വന്നിട്ടുള്ള ശ്രീനാരായണ മെഡിക്കൽ ഹോസ്പിറ്റൽ, അത് വരുന്നത് അങ്ങനെയാണ്. മായിത്തറയിലുള്ള കുഷ്ഠരോഗാശുപത്രി വരുന്നത് അങ്ങനെയാണ്. മലയോര സെറ്റിൽമെന്റ്സിൽ ഏറ്റവും സ്ഥലങ്ങളിൽ കുടിയേറ്റ കർഷകരുണ്ടായി അവിടെ പൊട്ടിപ്പുറപ്പെട്ടുള്ള പാൻഡമിക്സ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല, സ്വകാര്യ ആശുപത്രികൾ വരുന്നത് ഇങ്ങനെയായിരുന്നു. അതിന്ന് മാറിയിട്ട് ഈ കേരളത്തിന്റെ മാറിയ സാഹചര്യങ്ങൾക്ക് ഇന്ന് പുതിയ ആശുപത്രികൾ വരുന്നത് എങ്ങനെയാണ്? അവര് പ്യുവർ കൊമേഴ്ഷ്യൽ കൺസിഡറേഷനിൽ വരുന്ന ആ പ്രോഫിറ്റ് സീക്കിംഗ് ആയിട്ടുള്ള ആശുപത്രിയാണ്. അത് വരുന്ന എവിടെയാ? എറണാകുളം നഗരം നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്ര ആശുപത്രി ഉണ്ട്? ഒരു 20 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിൽ എത്രയുണ്ടാവും? ആസ്റ്റർ മെഡിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണത്, ചെറിയ ഏർപ്പാടൊന്നുമല്ല. ആ നിലയ്ക്ക് ആശുപത്രികൾ വരുന്നു. അത് അർബൻ സെറ്റിൽമെന്റ്സിൽ വരുന്നു. അവിടെ വരുന്ന വലിയ വലിയ വൻകിട ആശുപത്രികളിലേക്കായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാറുന്നു. ചുരുക്കത്തിൽ നിർത്തണം. ഓവർ എംഫസിസ് സ്പെഷ്യലൈസേഷൻ ഡയഗ്നോസ്റ്റിക് റൂൾഡ് ബൈ ഇത് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരക്ഷാ സംവിധാനം സ്പെഷ്യലിസ്റ്റുകളും പ്രൊസീജിയേഴ്സും കൊണ്ട്, പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡയഗ്നോസ്റ്റിക് പ്രാക്ടീസുകൾ അതുകൊണ്ടും ആണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇത് ഒരു ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകൾ, അതിലേക്കുള്ള ആളുകളുടെ പോക്ക്, പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ തകർച്ച, ഇതുപോലെ ഡയഗ്നോസ്റ്റിക് വേണ്ടതിനും വേണ്ടാത്ത ഡയഗ്നോസ്റ്റിക് പ്രാക്ടീസ്, മരുന്ന്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ജമ്പ് ഇൻ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, നമ്മുടെ ആരോഗ്യരക്ഷാ ചെലവിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായത്? ഈ ഔട്ട് ഓഫ് ദ പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, ഔട്ട് ഓഫ് ദ പോക്കറ്റിന് കീശയിലെ കാശ് കൊണ്ട് ആരോഗ്യം നിൽക്കുക എന്നുള്ളത്. കീശയിലെ കാശ് നമ്മൾ സർക്കാർ മുടക്കുന്നതല്ല. എന്താണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വന്തം കാശ് മുടക്കി, പോക്കറ്റിൽ നിന്നുള്ള കാശ് മുടക്കി ആരോഗ്യരക്ഷാ സംവിധാനം നടത്തുന്ന രാജ്യമായിട്ട് മാറി. 90% എക്സ്പെൻഡിച്ചർ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറാണ്. ഈ സർക്കാരിൻ്റെ ഇതിനകത്തുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 9.735 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ച് 2012 പരിഷത്ത് നടത്തിയുള്ള പഠനത്തിൽ തന്നെ നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 6000 പെർ ഇയർ ആണ്. 6000 പെർ ഇയർ വരും. ഓക്കെ, ഇതിൻ്റെ കമ്പോസിഷനാണ് കമ്പാരിറ്റീവ് ആയിട്ടുള്ള. കേരളത്തിന് നോക്കൂ നിങ്ങൾ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് 6ാമത് 287 രൂപ, പ്രൈവറ്റ് അത്രയും തന്നെ ഉണ്ട്, 2663 രൂപയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അതിൻ്റെ പാതിയിൽ താഴെ പോലും ഇല്ല ഹരിയാന, പഞ്ചാബ്. ഓക്കെ, അതിൻ്റെ പാതിയിൽ താഴെ പോലും ഇല്ല, 1100 ചില്ലാനം രൂപ. വളരെ ഉയർന്ന ഹെൽത്ത് എക്സ്പെൻഡിച്ചറാണ്. നെക്സ്റ്റ് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കേരളത്തിൻ്റെ നോക്ക് നിങ്ങൾ, ഈ ഒരു 5% നമ്മളിങ്ങനെ കിടന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ റവന്യൂ ചെലവിൻ്റെ ഒരു 5% നമ്മൾ സ്റ്റാഗ്നേറ്റ് ചെയ്യാണ്. ഈ അവസാനത്തെ 2 ഫിഗർ കൊണ്ടാണ് 5.3, അത് രണ്ടും ഫിക്കേഷൻ. കാരണം വെച്ചാൽ ഒന്ന് ആറിൽ നിന്നും ബിയിൽ നിന്നും ഇട്ടിട്ടുണ്ട്. ആറിൽ നിന്ന് റിവൈസ് എസ്റ്റിമേറ്റ്, അത് ബഡ്ജറ്റിന് അതുകൊണ്ട് കളിയാണ്. അത് ശരിക്കുള്ള കണക്ക് വരുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ താഴും. അതുകൊണ്ട് 5 താഴെയായിട്ട് നമ്മൾ സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ്, പെർ ക്യാപിറ്റ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഇൻ ഇന്ത്യ. കേരളത്തിൻ്റെ ഈ അഭിമാനിക്കാവുന്ന കേരളത്തിൻ്റെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നോക്കുക. ഗോവയുടെ പ്രതിശീർഷ പൊതു ആരോഗ്യ ചെലവ് എന്ന് പറയുന്നത് ഒരു 1900 രൂപയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടേത് ഒരു 550-600 രൂപയിൽ താഴെയായിട്ട് നിൽക്കുകയാണ്. കമ്മിങ് ഡൗൺ എന്നാണ് അതിൻ്റെ അവസ്ഥ. നെക്സ്റ്റ്, നമ്മുടെ ഈ ഔട്ട് ഓഫ് ദ പോക്കറ്റ് കീസ എന്നുള്ള ആരോഗ്യ ചെലവ് നമ്മളെ എന്താണെന്നറിയാമോ? നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ആളുകൾ, അതായത് റൂറൽ
കണക്കനുസരിച്ചിട്ട് ഗ്രാമീണത്തിൽ 12% ആളുകളെയും നഗരപ്രദേശങ്ങളിൽ 8% ആളുകളെയും നിങ്ങൾ BPL കാറ്റഗറിയിലേക്ക് ആരോഗ്യ ചെലവുകൾ മൂലം തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പഠനത്തിൻ്റെ തെളിവ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ OP ഔട്ട് ഓഫ് നമ്മുടെ കയ്യിൽ നിന്നുള്ള ചിലവ് OP ആണെന്നുണ്ടെങ്കിൽ സർക്കാരിൽ 4034 രൂപ, പ്രൈവറ്റ് ആണ് 4700 രൂപ. ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾ ഓർത്തോണം. ഈ സർക്കാരിലാണെങ്കിലും സ്വകാര്യത്തിലാണെങ്കിലും നിങ്ങൾ OP ചികിത്സയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമില്ല. അതിനർത്ഥം എന്താ? നിങ്ങൾ ഗണ്യമായിട്ടുള്ള കെയറൊന്നും ഇപ്പോൾ സർക്കാർ OPകളിൽ കൊടുക്കുന്നില്ല. അത് അവിടെ പോലെ തന്നെ കാശ് ചിലവാകുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഒരു ഫ്രീ സർക്കാരിൻ്റെ ഗോൾ എന്നുള്ള തരത്തിൽ അത് മാറുന്നു. പക്ഷെ IPയിൽ വലിയ വ്യത്യാസമാണ്. സർക്കാരിൽ 6200 രൂപയാകുമ്പോൾ മറ്റൊരു 30,000 റുപ്പീസാണ് ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന്. അത് ഇവർ കാണിക്കുന്ന തോന്നിയാസങ്ങളുടെ ഒരു വലിയ പ്രതിഫലനമാണത്. മുറിക്ക് വാടക ഈടാക്കുക, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് പ്രാക്ടീസുകൾ ഏറ്റവും മോശമായിട്ടുള്ള തരത്തിൽ ചെയ്യുക, ഈ തരത്തിൽ ആവശ്യമില്ലാത്ത എക്സ്പെൻസ്, ഇതൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ കാണുന്നത്. യെസ്, അടുത്ത് ഇതാണ് ഈ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കൊണ്ട് ആളുകൾ ദരിദ്രരാക്കപ്പെടുന്നു. കേരളത്തിലെ ഇക്വാലിറ്റിയിൽ, കേരളത്തിൻ്റെ സമത്വ സങ്കല്പങ്ങളിൽ മാറ്റം വരുന്നു. കേരളത്തിലെ ഇംപവർമെൻറ്റ് ഉണ്ടാകുന്നു. ഇത് 12% റൂറൽ ഹൗസ് ഹോൾഡ്സും 8% അർബൻ ഹൗസ് ഹോൾഡ്സും BPL കാറ്റഗറിയിലേക്ക് ചികിത്സാ ചെലവ് കൊണ്ട് തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇത് വർദ്ധിക്കാൻ പോവുകയാണ്. കാര്യം എന്താ വെച്ചാൽ കേരളത്തിലെ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ, കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു കണക്ക് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ 2031 ആകുമ്പോൾ കേരളത്തിൽ 25, 32, 33, 34% പേര് 60 വയസ്സിന് മേലുള്ളവരായിരിക്കും. കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു 32-33% 60 വയസ്സിന് മേളിലുള്ളവരായിരിക്കും. 60 വയസ്സിന് മേലെ, അതിൽ 75% വയസ്സിന് മേലുള്ളവർ തന്നെ 8% ഉണ്ടാവും, 7.5% ഉണ്ടാവും. അവരുടെ ആരോഗ്യരക്ഷാ ചെലവ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സർക്കാർ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടും. നെക്സ്റ്റ്, ഈ സന്ദർഭത്തിലാണ് സർക്കാർ 2030 ഒരു അജണ്ട ഉണ്ടാക്കുന്നത്. ഞാൻ വളരെ ഫാസ്റ്റ്, സർക്കാർ പറയണത് ട്വിൻ ഗോൾസ് ആണ്, 2 ഗോൾസാണ്. ഒന്നെന്താ? വുഡ് ഫോക്കസ് ഓൺ ട്വിൻ ഗോൾസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊമോഷൻ. ഹെൽത്ത് കെയർ പ്രൊമോഷനാണ് 2 ഗോൾ ഉണ്ട്. ഒന്ന് ഹെൽത്ത് കെയർ പ്രൊമോഷനാണ്. ദാറ്റ് മീൻസ് ഗവൺമെന്റ് വിൽ ഫെസിലിറ്റേറ്റ് ഹെൽത്ത് കെയർ, അല്ലാതെ സർക്കാരിൻ്റെ ഒരു ഗോൾ ആകില്ല. 2, നെയ്മിൽ ഹെൽത്ത് ഫോർ ആൾ ആൻഡ് ഹെൽത്ത് ഹബ്സ്. ആരോഗ്യ ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സമുച്ചയങ്ങൾ. അവിടെ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അകത്തെ അജണ്ട 2030 ചാപ്റ്റർ 3 or 4 ഹെൽത്ത് ഉണ്ട്. നിങ്ങൾ ഓരോന്നോരോന്നും എടുത്ത് വായിച്ചു നോക്കണം. ഈ പരിഷത്തിൻ്റെ അജണ്ട ഉണ്ടാക്കാൻ നോക്കുന്നവർ നോക്കേണ്ട കാര്യമാണ് എന്താണ് അജണ്ട വെച്ചിട്ടുള്ളതെന്ന്. പക്ഷേ ഇതാണ് ട്വിൻ ഗോൾസ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് പബ്ലിക് പ്ലാനിംഗ് ബോർഡ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. ആ എക്സ്പെർട്ട് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഇന്നൊക്കെ വേണമെന്നുള്ളതാണ്. സ്ട്രെങ്തനിങ് പ്രൈമറി ഹെൽത്ത് കെയർ ഡെലിവറി, എൻഷുറിങ് ഫിനാൻഷ്യൽ റിസ്ക് പ്രൊട്ടക്ഷൻ. ഈ എൻഷുറിങ് ഫിനാൻഷ്യൽ കെയർ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവർ പറയുന്നത് വെച്ചാൽ സർക്കാരിന് മുടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇൻഷുറൻസ് വളരെ വ്യാപകമാക്കണം, നന്നാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉള്ള സംഗതി. സ്ട്രെങ്തനിങ് ഇന്നോവേറ്റീവ് ഫിനാൻസിങ് മെക്കാനിസം, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള മെക്കാനിസം. ആ ഫിനാൻസിങ് മെക്കാനിസം എന്താ? ഇൻഷുറൻസ് നടപ്പിലാക്കി അതിൽ കൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ ആശുപത്രിയൊക്കെ നടത്തണം എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ആൻഡ് പബ്ലിക്, നല്ല ലാബും അതൊക്കെ ഉണ്ടാക്കണം. ബെറ്റർ HR, ഇത് ഹോസ്പിറ്റൽ എല്ലാം മോശമൊന്നുമല്ല, എല്ലാം മോശമാണെന്ന് ഞാൻ പറയല്ല. ഇതാണ് അവർ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെയാണ് ലക്ഷ്യമെങ്കിലും അജണ്ട 2030 പറയുന്ന സംഗതി ട്വിൻ ഗോൾ, നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യലാണ് സർക്കാരിൻ്റെ റോള് എന്നത് പറയുന്നതായിട്ട് ഇതെങ്ങനെയാണ് ഇത് പോവുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എന്തായിരിക്കും നമ്മുടെ അജണ്ട? ഇതാണ് ഹെൽത്ത് ചലഞ്ച് എന്നുണ്ടെങ്കിൽ പരിഷത്തിൻ്റെ അജണ്ട എന്താണ്? പരിഷത്ത് എങ്ങനെയാണ് ആരോഗ്യരക്ഷാ സംവിധാനത്തിൽ കേരളത്തിൻ്റെ വികസന വഴിയിൽ കേരളത്തിൻ്റെ ആരോഗ്യരക്ഷാ ട്രാൻസിഷൻ നിർണായകമായിരുന്നു. അതിനകത്ത് ഇന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പരിഷത്ത് എന്താണ് ചെയ്യുക? അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.